വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. നമുക്കിന്ന് പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ്. പീച്ചിങ്ങ അല്ലെങ്കിൽ റിച്ച് ഗോഡ് എന്ന് പറയും. നല്ല ടേസ്റ്റിയാണ്, വെറുതെ പറയുകയല്ല. നമ്മളിതിൽ പീച്ചിങ്ങ മാത്രമല്ല ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടാണ് തോരൻ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിതിനായിട്ട് ഇവിടെ 2 മീഡിയം സൈസിലുള്ള പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഒരു സവോളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീച്ചിങ്ങ നമുക്ക് ആദ്യം ഒന്ന് തൊലി കളഞ്ഞൊന്നെടുക്കണം. ഒരു പീലർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ പീച്ചിങ്ങ നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പീച്ചിങ്ങ നല്ല പിഞ്ചാണ്. അപ്പോൾ അകത്ത് നമുക്കൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിടുവാണ്. ഒരെണ്ണം കുറച്ചൊന്ന് വിളഞ്ഞതാണ്. അപ്പോൾ വിളഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അകത്തെ കുരുവും അതുമൊക്കെ ഒന്ന് കളയുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും കളയാതെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് പീച്ചിങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ബീൻസൊക്കെ അരിയുന്നത് കുറച്ചൊരു പാടുള്ള ജോലിയല്ലേ. പീച്ചിങ്ങ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. പീച്ചിങ്ങ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതേ വലിപ്പത്തിൽ ക്യൂബ്സ് ആയിട്ട്. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തോരനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയുള്ളി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം എരിയുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും പീച്ചിങ്ങയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇളക്കുന്നൊന്നുമില്ല. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇളക്കുക ഒന്നും ചെയ്യണ്ട. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട. വെള്ളമൊക്കെ പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും പീച്ചിങ്ങയൊക്കെ നല്ല വെന്ത് നേർത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കളറൊക്കെ ഒന്ന് മങ്ങി ട്രാൻസ്ലൂസൻ്റ് ആയി കിട്ടും. പലരും തോരനൊക്കെ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എല്ലാ പച്ചക്കറിയിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി തന്നെ അത് കുക്കായിക്കോളും. ഈ കുറച്ച് അടച്ചു വെക്കണം. ഉരുളക്കിഴങ്ങൊക്കെ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ എണ്ണയിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് 2 പിടി തേങ്ങ തിരികെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില പിച്ചി ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് ജീരകപ്പൊടി, ഒരുപാടാകരുത്. അതുപോലെ തന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഒരുപാട് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെക്കുവാണ്. ഉപ്പ് നമ്മൾ ആ ഒരു തേങ്ങയ്ക്ക് പാകത്തിനാണ് ചേർത്ത് കൊടുത്തത്. ചിലർക്കൊക്കെ തേങ്ങ അരയ്ക്കാതെ തോരൻ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ എല്ലാത്തിനും ഒന്നും അരയ്ക്കാറില്ല. ഇതുപോലെ നേരിട്ട് തേങ്ങ ചേർത്തും തോരൻ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് അരയ്ക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഡ്രൈ തോരനല്ല, കുറച്ചൊരു നനവുള്ള തോരനാണ്. നല്ല മയമുള്ള, അപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ടൊരു മയമുള്ള ഒരു തോരനാണ്. ഒരു ചമ്മന്തി ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുളിശ്ശേരിയും ഈ തോരനും ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. കഴിച്ച് നോക്കിയിട്ടുള്ളവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതെന്താണെന്ന് ചോദിച്ച ഒരു പീച്ചിങ്ങ തോരനാണ്. ഉരുളക്കിഴങ്ങും പീച്ചിങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. അതോടുകൂടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും.